നമസ്കാരം. ജില്ലാ വാർത്തകൾ. ചുരുങ്ങിയ നിരക്കിൽ ശുദ്ധമായ ഭക്ഷണം നഗരവാസികൾക്ക് ലഭ്യമാക്കാൻ വാട്ടർ ആൻഡ് ഫുഡ് ഓൺ വീൽസ് പ്രവർത്തനം ആരംഭിച്ചു. കേന്ദ്രീകൃത അടുക്കളയിലൂടെ എല്ലാവിധ സുരക്ഷാ പരിശോധനയും നടത്തിയ ഭക്ഷണമാണ് കുടുംബശ്രീ ഈ വാഹനം വഴി നൽകുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. സ്വയംഭരണാധികാരാപേക്ഷയിൽ പരിശോധനയ്ക്കെത്തിയ UGC അംഗങ്ങളെ ദേവഗിരി കോളേജിന് മുൻപിൽ SFI പ്രവർത്തകർ തടഞ്ഞു. പോലീസും വിദ്യാർത്ഥികളും സംഘർഷം. കുടുംബശ്രീ കോഴിക്കോട് നഗരസഭ CDS ജെൻഡർ പാർക്കിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന വാട്ടർ ആൻഡ് ഫുഡ് ഓൺ വീൽസ് പദ്ധതിക്ക് തുടക്കം. സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് പരിശീലനം നൽകുന്നതോടൊപ്പം രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നൽകണമെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ. വിശദമായ വാർത്തകളിലേക്ക്. സ്വയംഭരണാധികാരം അപേക്ഷയിൽ പരിശോധനയ്ക്കെത്തിയ UGC അംഗങ്ങളെ ദേവഗിരി കോളേജിന് മുൻപിൽ SFI പ്രവർത്തകർ തടഞ്ഞു. പോലീസും വിദ്യാർത്ഥികളുമായി ചെറിയ തോതിൽ സംഘർഷവുമുണ്ടായി. കല്ലേറിൽ സിവിൽ സീനിയർ പോലീസ് ഓഫീസർ ബാബുവിന് പരിക്കേറ്റു. ലാത്തിചാർജ് വിദ്യാർത്ഥികൾക്കും പരിക്കുണ്ട്. സ്വയംഭരണാധികാര അപേക്ഷയിൽ പരിശോധനയ്ക്കെത്തിയ UGC അംഗങ്ങളെയാണ് കോഴിക്കോട് ദേവഗിരി കോളേജിൽ SFI പ്രവർത്തകർ തടഞ്ഞത്. ഇത് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടിയതിനെ തുടർന്ന് സിവിൽ പോലീസ് ഓഫീസർ ബാബുവിന് പരിക്കേറ്റു. ലാത്തിചാർജിൽ സാരമായി പരിക്കേറ്റ SFI പ്രവർത്തകരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് കോളേജിലെത്തിയ UGC അംഗങ്ങളെ SFI ജില്ലാ സെക്രട്ടറി MK നികേഷ്, പ്രസിഡന്റ് MM ജിജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. മുദ്രാവാക്യങ്ങൾക്കിടയിൽ കാർ മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചതാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഇടയാൻ കാരണമായത്. തുടർന്ന് പോലീസ് ലാത്തി വീശി. തിരിഞ്ഞോടിയ പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. അശ്വന്ത്, VV ലിൻഡോ, അമർജിത്ത് എന്നിവർ നേതൃത്വം നൽകി. കേരള സർക്കാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ദേവഗിരി, ഫാറൂഖ് കോളേജ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് സ്വയംഭരണാധികാരത്തിനുള്ള അനുമതി നൽകിയത്. ഇതിനുള്ള അപേക്ഷയിലാണ് UGC പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ SFI പ്രവർത്തകർ കോളേജ് പരിസരത്ത് പൊതുയോഗവും സംഘടിപ്പിച്ചു. കുടുംബശ്രീ കോഴിക്കോട് നഗരസഭ CDS ജെൻഡർ പാർക്കിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന വാട്ടർ ആൻഡ് ഫുഡ് ഓൺ വീൽസ് പദ്ധതിക്ക് തുടക്കമായി. മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ പരിധിയിലെ കുടുംബശ്രീ പ്രവർത്തകർക്ക് സൂക്ഷ്മ സംരംഭമായിട്ടാണ് ഫുഡ് ഓൺ വീൽസ് പദ്ധതി. ഗുണമേന്മയേറിയ ഭക്ഷണം വാഹനത്തിലൂടെ മിതമായ വിലയിൽ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യും. 10 വാഹനങ്ങളിലാണ് ഭക്ഷണ വിതരണം ഒരുക്കിയിരിക്കുന്നത്. 1 ലിറ്റർ ശുദ്ധീകരിച്ച കുടിവെള്ളം 10 രൂപയ്ക്ക് ലഭിക്കും. പലഹാരങ്ങൾ, പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, അത്താഴം എന്നിവ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കും. ആധുനിക സൌകര്യങ്ങളുള്ള കേന്ദ്രീകൃത അടുക്കളയിലൂടെ എല്ലാവിധ സുരക്ഷാ പരിശോധനകളും നടത്തിയാണ് വാഹനങ്ങളിൽ ഭക്ഷണം എത്തിക്കുക. കോർപ്പറേഷൻ പരിധിയിലെ കുടുംബശ്രീ പ്രവർത്തകർക്ക് സൂക്ഷ്മ സംരംഭമായിട്ടാണ് ഫുഡ് ഓൺ വീൽസ് പദ്ധതി. 2 മുതൽ 4 പേർ വീതമടങ്ങുന്ന സംരംഭകർക്ക് ഒരു വാഹനം എന്ന നിലയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കുടുംബശ്രീ കോഴിക്കോട് കോർപ്പറേഷൻ നഗരസഭ CDS ജെൻഡർ പാർക്കിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന വാട്ടർ ആൻഡ് ഫുഡ് ഓൺ വീൽസ് പദ്ധതി മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു.
അടുക്കളയിൽ മാത്രം പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ടവർ ആ ചങ്ങല പൊട്ടിച്ചുകൊണ്ട് അരങ്ങത്തേക്ക്, ഒരു നാടകമുണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, ആ നാടകം പ്രായോഗികമാക്കുന്ന രീതിയിൽ വളരെ സജീവമായി പൊതുരംഗത്തേക്ക് വരികയും അടുക്കളയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ പൊതുരംഗത്തെ പ്രവർത്തനം ശക്തമാക്കുകയും ചെയ്യുന്ന ഏറ്റവും നൂതനമായ പ്രോജക്റ്റ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ പി ടി അബ്ദുൽ ലത്തീഫ് അധ്യക്ഷം വഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അനിത രാജൻ, ജാനമ്മ കുഞ്ഞുണ്ണി, എം മോഹനൻ, ടി രജനി, ടി മൊയ്തീൻ കോയ, ഉഷാദേവി ടീച്ചർ, പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എം ടി പത്മ, കൌൺസിലർമാരായ കെ മുഹമ്മദ് അലി, പി കിഷൻ ചന്ദ്, കോർപ്പറേഷൻ സെക്രട്ടറി ബി കെ ബൽരാജ്, ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് ഫൈസൽ, എ കെ ഹാനസ്, പി പി ഷീജ, ഷീജ വിനോദ്, കെ ബീന, എം വി റംസി ഇസ്മായിൽ, എം രാധാകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. വാഹനങ്ങളിലേക്ക് ആഹാരം തയ്യാറാക്കുന്നതിന് കുടുംബശ്രീക്കാരുടെ സേവനം ഉപയോഗപ്പെടുത്തും. ചൂടാറ പ്ലേറ്റുകൾ, ശീതീകരണ സംവിധാനങ്ങൾ, ഓവൻ, ജലശുദ്ധീകരണ സംവിധാനം, ഫ്രിഡ്ജ്, ഫ്രീസർ തുടങ്ങിയവയും വാഹനത്തിലുണ്ടാകും. പൊതുജനങ്ങൾക്ക് വിവിധ വിവരങ്ങൾ നൽകുന്നതിനും പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുമായി ഓരോ ഫുഡ് ഓൺ വീൽസ് വാഹനത്തിലും LED ഡിസ്പ്ലേയും സജ്ജീകരിക്കും. സംരംഭകർക്ക് കുടുംബശ്രീ മിഷൻ 25% സബ്സിഡി നൽകും. 10% തുക ഗുണഭോക്തൃ വിഹിതവും ബാക്കി തുക വായ്പയായും നൽകും. രാത്രി 7 മുതൽ പുലർച്ചെ 3 വരെ സ്ത്രീകളടക്കം കുടുംബങ്ങൾക്ക് സുരക്ഷിതമായി തെരുവോര ഭക്ഷണം ആസ്വദിക്കാനായി നഗരത്തിൽ ഈറ്റ് സ്ട്രീറ്റ് സ്ഥാപിക്കാൻ കോർപ്പറേഷന് പദ്ധതിയുണ്ട്. സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് പരിശീലനം നൽകുന്നതോടൊപ്പം രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നൽകണമെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ എം കെ മുനീർ. മോട്ടോർ വാഹന വകുപ്പിന്റെയും ട്രാഫിക് പോലീസിന്റെയും നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ച ഡ്രൈവർമാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകട മരണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രം പ്രത്യേക പാത എന്ന WHO ആശയം വികസ്വര രാജ്യങ്ങളിൽ പ്രായോഗികമാക്കാമെങ്കിൽ ഈ നിർദ്ദേശം കേരളത്തിലും നടപ്പാകാവുന്നതേയുള്ളൂവെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ എം കെ മുനീർ. നാറ്റ്പാക്കിന്റെ സഹകരണത്തോടെ മോട്ടോർ വാഹന വകുപ്പും കോഴിക്കോട് സിറ്റി ട്രാഫിക് പോലീസും ചേർന്ന് സംഘടിപ്പിച്ച സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസും തിരിച്ചറിയൽ കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരത്തിലേക്ക് ആവശ്യമില്ലാതെ കടന്നു വരുന്ന വാഹനങ്ങളെ അവിടെ തടഞ്ഞു വെച്ച് മറ്റ് സൗകര്യങ്ങൾ ടൗണിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പിലാക്കാൻ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ശ്രീ രാജീവ് പുത്തലത്തിൻ്റെ കൂടെ ഞാനും ഉണ്ടാകും എന്ന് പറയാവുന്ന സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഡ്രൈവർമാർക്ക് പരിശീലനം നൽകുന്നതോടൊപ്പം രക്ഷിതാക്കൾക്ക് കൂടി ബോധവൽക്കരണം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കുന്ന ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, ഹെവി മോട്ടോർ വെഹിക്കിൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കായാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. മഴക്കാല പരിശോധനയോടനുബന്ധിച്ച് വാഹനങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിച്ച് പരിശോധന സ്ലിപ്പും നൽകി. കുട്ടികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്ന സംവിധാനം പൂർണ്ണമായും നിർത്തലാക്കുമെന്ന് RTO രാജീവ് പുത്തലത്ത് പറഞ്ഞു. വിദ്യാർത്ഥികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്ന സംവിധാനം ഇപ്രാവശ്യം പൂർണ്ണമായും നിർത്തലാക്കും. പോലീസും മോട്ടോർ വാഹന വകുപ്പും ഈ സ്കൂൾ തുറക്കുന്ന ദിവസങ്ങളിൽ റോഡിലൊക്കെ ഉണ്ടാവും. ഇത്തരം പ്രവണത ആദ്യം തന്നെ ഒഴിവാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. തിരിച്ചറിയൽ കാർഡ് വിതരണ ചടങ്ങിൽ ഡെപ്യൂട്ടി കമ്മീഷണർ KB വേണുഗോപാൽ, നാറ്റ്പാക് പ്രതിനിധി സുന്ദർ, അബ്ദുൾ റസാഖ്, പ്രകാശൻ എന്നിവർ സംസാരിച്ചു. RTO രാജീവ് പുത്തലത്ത് അധ്യക്ഷനായിരുന്നു. സ്ത്രീ സുരക്ഷയ്ക്കും സാമൂഹ്യ പുരോഗതിക്കും സമ്പൂർണ്ണ മദ്യനിരോധനം അനിവാര്യമാണെന്നും പൂട്ടിക്കിടക്കുന്ന 418 ബാറുകൾ തുറക്കുന്ന കാര്യത്തിൽ ലീഗിന് എതിരഭിപ്രായമാണുള്ളതെന്നും വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി കുൽസു. കേരള മദ്യനിരോധന സമിതി കലക്ടറേറ്റിൽ സംഘടിപ്പിച്ച സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പുരുഷന്മാർ കുടിക്കുമ്പോൾ കണ്ണിനീര് കുടിക്കുന്നത് സ്ത്രീകളാണെന്നും ലഹരി വസ്തുക്കളുടെ ഏറ്റവും വലിയ ഇരകൾ കുട്ടികളാണെന്നും സ്ത്രീ സുരക്ഷയ്ക്കും സാമൂഹ്യ പുരോഗതിക്കും സമ്പൂർണ്ണ മദ്യനിരോധനം അനിവാര്യമാണെന്നും അടച്ച ബാറുകൾ തുറക്കുന്നതിന് മുസ്ലിം ലീഗ് എതിരാണെന്നും വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കുൽസു ടീച്ചർ പറഞ്ഞു. കേരള മദ്യനിരോധന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റ് മുൻപിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. അടച്ച ബാറുകൾ തുറക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കേരള മദ്യനിരോധന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമരം സംഘടിപ്പിച്ചത്. സമരത്തിന് ആധാരമായ വസ്തുതയെക്കുറിച്ച് OJ ചിന്നമ്മ. ഇവിടെ 418 ബാറുകൾ പൂട്ടിയപ്പോൾ തൊഴിലാളികളുടെ പ്രശ്നമാണ് പലരും പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 418 ബാറുകൾ പൂട്ടിയപ്പോൾ ഏതാനും 1000 ചില്ലുവാനം തൊഴിലാളികളുടെ തൊഴിൽ മാത്രമാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ കേരളത്തിലെ
ഈ 418 ബാറുകളിലൂടെ ഒഴുകുന്ന മദ്യം കുടിച്ച് കേരളത്തിലെ എത്രയെത്ര കോടിക്കണക്കിന് അമ്മമാരാണ് ഭർത്താവില്ലാത്തവരായി, അച്ഛനില്ലാത്തവരായി, സഹോദരന്മാരില്ലാത്തവരായി, മക്കൾ അനാഥരായി കിടക്കുന്ന ഈ അവസ്ഥയിൽ അവരെ കുറിച്ച് ഒരു അക്ഷരം ഉരിയാടാൻ ഇവിടെ ഒരു സംഘടനയോ ഒരു രാഷ്ട്രീയ നേതാവോ ഒരു സ്ത്രീ സംഘടനകളോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ നിരപരാധികളായിരിക്കുന്ന അമ്മമാരെയും കുഞ്ഞുങ്ങളെയും മദ്യക്കടലിൽ ഹോമിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളോട് ഞങ്ങൾ പറയുന്നു, തൊഴിൽ പ്രശ്നം ഒരു പ്രശ്നമേ അല്ല. ജില്ലാ പ്രസിഡന്റ് ഹാജി മൈൻ നേരത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഉമ്മർ പാണ്ടികശാല, സുബൈദ കക്കോടി, ഫാദർ പ്രസാദ് ഡാനിയൽ, സിസ്റ്റർ മൗറില്യ, ലത്തീഫ് ഒളവണ്ണ, സുബ്രഹ്മണ്യൻ ചാത്തമംഗലം, ഒ ഡി തോമസ്, റിട്ടയർഡ് ജഡ്ജി പി എൻ ശാന്തകുമാരി, പ്രൊഫസർ ടി എം രവീന്ദ്രൻ, ഭരതൻ പുത്തൂർവട്ടം, അഷ്റഫ് ചേലാട്ട്, ഷാലു പന്തിരങ്കാവ്, പൊയ്യിൽ കൃഷ്ണൻ, കുര്യൻ ചമ്പനാനി, രാംദാസ് പന്തിരങ്കാവ്, എം കുഞ്ഞിരാമനുണ്ണി, സിദ്ദിഖ് മുക്കം, കുഞ്ഞബ്ദുള്ള ഹാജി വടകര എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ജില്ലാ മദ്യനിരോധന സമിതി സെക്രട്ടറി പ്രൊഫസർ ഒ ജെ ചിന്നമ്മ, അബു അന്നശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് നഗരവാസികളായ 6 വിദ്യാർത്ഥികൾ ചേർന്ന് പുതിയ ഗാനമേള ട്രൂപ്പ് രൂപീകരിച്ചു. പ്രണ മ്യൂസിക്സ് ബാൻഡ് എന്ന് പേരിട്ട ട്രൂപ്പിന്റെ അരങ്ങേറ്റം ജൂൺ 2 ടൗൺ ഹാളിൽ നടക്കും. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് നഗരവാസികളായ അഷിൻ വിജയ്, സഞ്ജയ് പ്രേംജിത്ത്, അഷിൽ വിജയ്, അർച്ചന പ്രേമൻ, മോണിക്ക പണിക്കർ, മാഗി ആശീർവാദ് എന്നിവർ ചേർന്നാണ് പ്രണ മ്യൂസിക് ബാൻഡ് എന്ന പേരിൽ പുതിയ ഗാനമേള ട്രൂപ്പ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി സ്വാതി കലാക്ഷേത്രയിലും ദേവരാജൻ മാസ്റ്റർ അക്കാദമിയിലും കർണാടക സംഗീതവും ലളിതഗാനവും അഭ്യസിച്ചു വരുന്ന ഇവർ ഗാനമേള രംഗത്ത് നവാഗതരാണ്. ചലച്ചിത്ര ഗാനങ്ങളോടൊപ്പം തന്നെ താളവാദ്യാധിഷ്ഠിതമായ ഫ്യൂഷൻ സംഗീതത്തിനും നാടൻ പാട്ടുകൾക്കും ലളിതഗാനങ്ങൾക്കും മറ്റും പ്രാതിനിധ്യം നൽകിയായിരിക്കും സംഗീത പരിപാടികളുടെ അവതരണം. മ്യൂസിക് ബാൻഡിന്റെ ആദ്യ പരിപാടി ജൂൺ മാസം 2-ാം തീയതി 6 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ അരങ്ങേറും. പ്രശസ്ത സംഗീത സംവിധായകൻ NP പ്രഭാകരന്റെ അധ്യക്ഷതയിൽ പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം നിർവഹിക്കും. ഹരിപ്പാട് KPN പിള്ള മുഖ്യാതിഥിയായി പങ്കെടുക്കും. ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് KSEB ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൊള്ളപ്പലിശക്കാരൻ അറസ്റ്റിൽ. ഇരിങ്ങൽ കോട്ടക്കലിലെ കടവത്തുകാട്ടിൽ മോഹൻദാസിനെയാണ് വടകര CI സാജു K എബ്രഹാം അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊള്ളപ്പലിശക്കാരന്റെ ഭീഷണിയെ തുടർന്ന് KSEB ജീവനക്കാരൻ തൂങ്ങി മരിച്ച സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. പലിശക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടകര നോർത്ത് സെക്ഷനിലെ ലൈൻമാൻ മണിയൂർ കൂമുള്ളി മീത്തിൽ അനിൽകുമാറാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. പലിശക്കാരന്റെ ഭീഷണിയെക്കുറിച്ച് പയ്യോളി സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിൽ പയ്യോളി SI ജഗന്നിവാസിനെ ചോമ്പാൽ സ്റ്റേഷനിലേക്ക് അഡീഷണൽ SI ആയി തരം താഴ്ത്തി സ്ഥലം മാറ്റത്തിന് ADGP ശങ്കർ റെഡ്ഡി ഉത്തരവിറക്കി. മരിച്ച അനിൽകുമാറിന്റെ വീട്ടിലെത്തി നാട്ടുകാരും ബന്ധുക്കളുമായും ADGP സംസാരിച്ചു. ഇതിനിടെ പോലീസിന്റെ വീഴ്ചയാണ് അനിൽകുമാറിന്റെ മരണത്തിനിടയാക്കിയെന്ന് ആരോപിച്ച് നാട്ടുകാർ ADGPക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വകുപ്പ് തലത്തിൽ അന്വേഷണം നടത്തുമെന്നും അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം തണുത്തത്. കോഴിക്കോട് റൂറൽ ക്രൈംബ്രാഞ്ച് DYSP VP സുരേന്ദ്രനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ബ്ലേഡുകാരനായ ഇരിങ്ങൽ കോട്ടക്കൽ കടവത്ത് കാട്ടിൽ മോഹൻദാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. സെക്ഷൻ 306 പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 3 ചെക്ക് ലീഫിന്റെയും ബ്ലാങ്ക് മുദ്രപത്രത്തിന്റെയും ജാമ്യത്തിൽ 2002 70,000 രൂപയാണ് അനിൽകുമാർ വാങ്ങിയത്. ഇതിൽ മുതലും പലിശയുമായി 2,17,000 രൂപ കൊടുത്തു. ശേഷവും ചെക്ക് ലീഫും മുദ്രപത്രവും തിരികെ നൽകാൻ മോഹൻദാസ് തയ്യാറായില്ല. പലിശക്കാരനെ അനുനയിപ്പിക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ശ്രമം നടത്തിയിട്ടും മോഹൻദാസ് ഭീഷണി തുടരുകയായിരുന്നു. തുടർന്നാണ് പയ്യോളി പോലീസ് പരാതി നൽകിയത്. പലിശക്കാരന് അനുകൂലമായ നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്നും പറയുന്നു. KSEB ഓഫീസിലെത്തിയും മോഹൻദാസ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ജില്ലാ വാർത്തകളിൽ ഇടവേള. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds.
അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കേരള ഇലക്ട്രിസിറ്റി ഇൻസ്പെക്ടറേറ്റിന്റെയും എനർജി മാനേജ്മെന്റ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ചും വൈദ്യുതി സംബന്ധിയായ അപകടങ്ങളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണം ലക്ഷ്യമിട്ട് ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലയിലെ ലൈസൻസ്ഡ് വയർമാൻമാർക്കായി നടത്തിയ ശില്പശാല എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ധരേശൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും എനർജി മാനേജ്മെന്റ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഊർജ്ജ സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും വൈദ്യുതി സംബന്ധിയായ അപകടങ്ങളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ധരേശൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. ഈ അടുത്ത കാലത്തായി വീടുകളിൽ വൈദ്യുതി സംബന്ധിയായ അപകട നിരക്ക് കൂടി വരുന്നതായും വ്യവസായ മേഖലയിലും KSEBയിലും അപകട നിരക്ക് കുറഞ്ഞു വരുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഊർജ്ജ സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് വിവിധ ബോധവൽക്കരണ പരിപാടികൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് നമ്മൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വീട് നോക്കിക്കഴിഞ്ഞാൽ വീട് അതും എസ്പെഷ്യലി അടുക്കള ഒരു പരീക്ഷണശാലയാണ്. നമ്മൾ കൈകൊണ്ട് ഒരു പ്രവർത്തിയും ചെയ്യുന്നില്ല. കൈകൊണ്ടെന്ന് വെച്ചാൽ വലിയ അധ്വാനങ്ങളൊന്നും ചെയ്യുന്നില്ല. എല്ലാം മെഷീൻസ് ആണ് ചെയ്യുന്നത്. എനർജി കൺസൾട്ടന്റ് രാജഗോപാലാചാരി മുഖ്യ പ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ B. മധു, KSEB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയകുമാർ, ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ K. ഭോജൻ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലയിലെ ലൈസൻസ്ഡ് വയർമാൻമാർക്കായാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ശില്പശാലയുടെ ഭാഗമായി ഊർജ്ജ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബോധവൽക്കരണ പ്രദർശനവും സംഘടിപ്പിച്ചു. പട്ടികജാതി പട്ടിക വിഭാഗക്കാരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ട് കടാശ്വാസ പ്രക്ഷോഭ സമിതി പ്രതിഷേധ പരിപാടികൾക്കൊരുങ്ങുന്നു. SC/ST ബാങ്ക് ലോൺ ഹോൾഡേഴ്സിന്റെ നേതൃത്വത്തിൽ ജൂൺ 30 പുരുഷൻകടലുണ്ടി MLAയുടെ വീട്ടിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. സമരപ്രഖ്യാപന കൺവെൻഷൻ AJP സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു. SC/ST ബാങ്ക് ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ട് കടാശ്വാസ പ്രക്ഷോഭ സമിതി പ്രതിഷേധ പരിപാടികൾക്കൊരുങ്ങുന്നുണ്ട്. AJP സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രണ്ട് സഹോദരിമാരെ ഇന്നലെ 14-16 വയസ്സായ രണ്ട് സഹോദരിമാരെ നിയമം പാലിക്കേണ്ട പോലീസുകാർ തന്നെ ബലാത്സംഗം ചെയ്ത് കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന UPയിൽ നമ്മുടെ സഹോദരിമാർ രണ്ട് സഹോദരിമാര് എന്തുകൊണ്ട് ഇവിടുത്തെ മഹിളാ പ്രസ്ഥാനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും എന്തുകൊണ്ട് ഒരു പിണ്ടാട്ടമില്ല? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പല പട്ടികജാതി സംഘടനകളും മഹിളാ സംഘടനകളും പറഞ്ഞ് കൊമ്പുകൊട്ടി നടക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും ഒരു പ്രസ്താവന പോലും ഇന്നത്തെ പത്രങ്ങൾ കണ്ടോ? ബാങ്ക് ലോൺ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ട് ജൂൺ 3 MLA പുരുഷൻ കടലുണ്ടിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് SC/ST കടാശ്വാസ പ്രക്ഷോഭ സമിതി. ജൂൺ 6 മലപ്പുറത്ത് പട്ടികജാതി വകുപ്പ് മന്ത്രി AP അനിൽകുമാറിന്റെ വീട്ടിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ജൂൺ 4 പാലക്കാടും 5 എറണാകുളത്തും പ്രതിഷേധ പരിപാടികൾ നടത്തും. ജൂൺ 7 സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സമരപ്രഖ്യാപന കൺവെൻഷനിൽ രാജേഷ് കുമാർ മുഖവൂർ, ദാസ് കോഴഞ്ചേരി, പ്രകാശൻ കിഴക്കുമുറി, ശാരദ ശ്രീധർ, BM ചന്ദ്രിക അജേഷ്, പുഷ്പ നടക്കാവ് തുടങ്ങിയവർ സംബന്ധിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് ശുചിത്വ മിഷനും NUHM വാർഡുകൾക്ക് അനുവദിച്ച തുക എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്ന് കോർപ്പറേഷൻ കൌൺസിൽ യോഗം ആവശ്യപ്പെട്ടു. മേയർ AK പ്രേമജിത്തിന്റെ അധ്യക്ഷതയിലാണ് കൌൺസിൽ യോഗം നടന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജലം ഒഴുകുന്ന മായനാട് അടക്കമുള്ള ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തവും മറ്റ് സാംക്രമിക രോഗവും പടരുന്ന സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിലെയും മലിനീകരണ നിയന്ത്രണ ബോർഡിലെയും അധികാരികളുടെ അടിയന്തര യോഗം വിളിക്കാൻ നഗരസഭാ യോഗം തീരുമാനിച്ചു. അധികൃതർക്ക് സൌകര്യപ്രദമെങ്കിൽ 31 തന്നെ യോഗം ചേരുമെന്ന് മേയർ പ്രൊഫസർ AK പ്രേമജം അറിയിച്ചു. വ്യാഴാഴ്ച ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ മെഡിക്കൽ കോളേജ് സൌത്ത് വാർഡ് കൌൺസിലർ EM സോമൻ, മായനാട് കൌൺസിലർ ആമിന ടീച്ചർ എന്നിവരാണ് യോഗം പടർന്നുപിടിക്കുന്നതിനെപ്പറ്റി അടിയന്തര ശ്രദ്ധ ക്ഷണിച്ചത്. മായനാട് താഴെവയൽ, പെരുമ്പള്ളിക്കാട്, മാക്കാട്ടുവയൽ, കോവൂർ, ഇരിങ്ങാടമ്പള്ളി തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം രോഗം പടർന്നു പിടിക്കുകയാണ്. +1 അപേക്ഷയ്ക്കുള്ള ഏകജാലക സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് കൌൺസിൽ ആവശ്യപ്പെട്ടു. M രാധാകൃഷ്ണൻ മാസ്റ്ററാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധ ക്ഷണിച്ചത്. മാവൂർ റോഡ് വൈദ്യുതി ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണി ഉടൻ നടത്തും. 12 കോയിലുകളുള്ള ശ്മശാനത്തിലെ 8 കോയിലുകൾ കേടായതാണ് പ്രശ്നമായത്. വൈദ്യുതി ശ്മശാനം കേടായതിനാൽ റീത്തിവയ്ക്കാൻ അനുവദിക്കുന്നില്ലെന്ന് K സത്യനാഥൻ ശ്രദ്ധ ക്ഷണിച്ചു. ടാഗോർ ഹാളിലെ AC യൂണിറ്റുകൾ നന്നാക്കാൻ നടപടിയെടുത്തതായി കൌൺസിൽ അറിയിച്ചു. നിർധന കുടുംബങ്ങളുടെ വീട് വൈദ്യുതീകരിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി അകാരണമായി വൈകിപ്പിച്ചത് പദ്ധതി തന്നെ നഷ്ടപ്പെടുത്തിയതായി കൃഷ്ണദാസ് ശ്രദ്ധ ക്ഷണിച്ചു.
അനാസ്ഥ കാട്ടിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കുമെന്ന് മേയർ ഉറപ്പു നൽകി. എലത്തൂരിനും ബേപ്പൂരിനുമിടയിൽ 14 വാർഡുകളിൽ തീരദേശ സംരക്ഷണ നിയമത്തിൽപ്പെട്ട് വീട് പണിയാൻ അനുവാദമില്ലാതെ വിഷമിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് കൌൺസിൽ ആവശ്യപ്പെട്ടു. VK മോഹൻദാസാണ് പ്രമേയം അവതരിപ്പിച്ചത്. കോഴിക്കോട് അന്താരാഷ്ട്ര സ്റ്റേഡിയം പണിയാമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ലീഗിലെ കെ മുഹമ്മദ് അലിയുടെ പ്രമേയം കൌൺസിൽ ഐക്യകണ്ഠേന അംഗീകരിച്ചു. പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ്, MT പത്മ, M ശ്രീധരൻ, ജാനമ്മ കുഞ്ഞുണ്ണി, വിദ്യാ ബാലകൃഷ്ണൻ, K രവീന്ദ്രൻ, NP മോയിൻകുട്ടി, പൊന്നത്ത് ദേവരാജൻ, രജനി, CP മുസാഫിർ അഹമ്മദ്, KP അബ്ദുള്ള കോയ, CP സലീം തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. ശമ്പള പരിഷ്കരണം അട്ടിമറിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ കൂട്ട ധർണ സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷൻ മുൻപിൽ നടന്ന ധർണ NTU സംസ്ഥാന ജനറൽ സെക്രട്ടറി നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, 20% ഇടക്കാലാശ്വാസം അനുവദിക്കുക, കേന്ദ്ര ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുക, പെൻഷൻ പ്രായം 60 വയസ്സാക്കി ഉയർത്തുക, 10% ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ മുൻപിൽ കൂട്ട ധർണ സംഘടിപ്പിച്ചു. NTU സംസ്ഥാന ജനറൽ സെക്രട്ടറി നാരായണൻ മാസ്റ്റർ ധർണ സമരം ഉദ്ഘാടനം ചെയ്തു. NGO സംഘ് ജില്ലാ സെക്രട്ടറി മനോജ് കുമാർ S അധ്യക്ഷനായിരുന്നു. ഫെറ്റോ ജില്ലാ സെക്രട്ടറി KK വെങ്കട്ടരാമൻ, NGO സംഘ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുന്ദരൻ, BMS ജില്ലാ സെക്രട്ടറി ധർമ്മരാജ്, സംസ്ഥാന സെക്രട്ടറി MK സദാനന്ദൻ, N സദാനന്ദൻ, അനിൽകുമാർ, T ദേവാനന്ദൻ, വിനോദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 56, 58, 60 വയസ്സുകളിലായി പല തട്ടുകളിലായാണ് സംസ്ഥാനത്ത് ജീവനക്കാരുടെ പെൻഷൻ പ്രായം നിലനിൽക്കുന്നത്. ഇക്കാര്യത്തിലുള്ള വിവേചനം അവസാനിപ്പിച്ച് കേന്ദ്ര തുല്യതയിൽ സംസ്ഥാനത്തെ മുഴുവൻ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻ പ്രായം 60 വയസ്സായി ഉയർത്തേണ്ടത് കേവല നീതി മാത്രമാണ്. വിലക്കയറ്റം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കുടിശ്ശികയായ 10% ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുവാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണമെന്നും ഫെറ്റോ ജില്ലാ സമിതി ആവശ്യപ്പെട്ടു. ആറന്മുളയുടെ പാഠം ഉൾക്കൊണ്ട് കേരളത്തിന്റെ നിലനിൽപ്പിനാധാരമായ പശ്ചിമഘട്ടത്തിലെ അനിയന്ത്രിത മൂലധന കടന്നുകയറ്റങ്ങൾ തടയുന്നതിനും സാമൂഹ്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനും ജനങ്ങളുടെ കൂട്ടായ പ്രതിരോധം വളർത്തിയെടുക്കണമെന്ന് പരിഷത്ത്. ആറന്മുള വിമാനത്താവളം റദ്ദാക്കൽ ജനകീയ സമര നേട്ടമാണെന്നും അവർ വിലയിരുത്തി. പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളെ വെല്ലുവിളിച്ച് ആറന്മുളയിൽ സ്വകാര്യ വിമാനത്താവള കമ്പനി നേടിയെടുത്ത പാരിസ്ഥിതികാനുമതി റദ്ദാക്കിയ ദേശീയ ഹരിത ട്രിബ്യൂണൽ വിധിയെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്വാഗതം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണ സമരങ്ങൾക്ക് ഊർജ്ജം പകരുന്നതും പരിസ്ഥിതിക്ക് നേരെയുള്ള മൂലധന ശക്തികളുടെ കടന്നാക്രമണങ്ങൾക്ക് താക്കീതുമാണ് ഈ വിധി. സ്വകാര്യ വിമാനത്താവള കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന കയ്യേറ്റത്തിനെതിരെ അതിശക്തമായ ജനകീയ സമരങ്ങൾ ഉയർന്നിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയും പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയുമാണ് സർക്കാർ ചെയ്തത്. കോടതിയെപ്പോലെ വെല്ലുവിളിച്ച് തെറ്റായ വിവരങ്ങൾ നൽകിയാണ് KGS ഗ്രൂപ്പ് പദ്ധതിക്ക് അനുമതി നേടിയെടുത്തത്. ആറന്മുളയുടെ പാഠം ഉൾക്കൊണ്ട് കേരളത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ പശ്ചിമഘട്ടത്തിലെ അനിയന്ത്രിത മൂലധന കടന്നുകയ്യേറ്റങ്ങൾ തടയുന്നതിനും സാമൂഹ്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനും ജനങ്ങളുടെ കൂട്ടായ പ്രതിരോധം വളർത്തിയെടുക്കണമെന്ന് പരിഷത്ത് ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് കിഡ്സൺ കോർണറിൽ നടന്ന പരിപാടിയിൽ പരിഷത്ത് പ്രസിഡന്റ് K പ്രഭാകരൻ അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ K ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. TP ദാമോദരൻ, A ശ്രീനിവാസൻ, TV രാജൻ, MA ജോൺസൺ, N ബാലകൃഷ്ണൻ, K പാപ്പുട്ടി എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള. റിലാക്സ് മാർക്കറ്റിംഗ് സെക്കൻഡ് സെയിൽ. ട്രാൻസ്പോർട്ടേഷനിലും ഗോഡൌണിലും ഡാമേജായ പ്രമുഖ കമ്പനികളുടെ കട്ടിൽ, അലമാര, സോഫ, കിടക്ക തുടങ്ങി എല്ലാവിധ ഫർണിച്ചറുകളും ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നു. റിലാക്സ് മാർക്കറ്റിംഗ്, വെസ്റ്റ് മാങ്കാവ്, തിരുവണ്ണൂർ. ഫോൺ 9846819486. വാർത്തകൾ തുടരുന്നു. കേരള വാട്ടർ അതോറിറ്റി ലൈസൻസ്ഡ് പ്ലംബേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടനാംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അവാർഡ് നൽകി അനുമോദിച്ചു. സംസ്ഥാന പ്രസിഡന്റ് NA റസാഖ് ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി ലൈസൻസ്ഡ് പ്ലംബേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 17ാമത് SSLC +2 അവാർഡ് ദാനം കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. പ്ലംബേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KV ഉസ്മാൻ കോയ അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് NA റസാഖ് SSLC അവാർഡുകൾ വിതരണം ചെയ്തു. ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് KM കാദിരി +2 അവാർഡുകളും വിതരണം ചെയ്തു. നമ്മുടെ ഈ പ്ലംബേഴ്സ് അസോസിയേഷന്റെ പരിപാടികളൊക്കെ എല്ലാവരും വളരെ അധികം സംഘടിച്ചുകൊണ്ടായിരുന്നു നടത്തിയിരുന്നത്. പക്ഷെ ഇന്നത്തെ പരിപാടിയിൽ എന്തുകൊണ്ടോ വർക്കിംഗ് ഡേ ആയതുകൊണ്ടോ മറ്റോ തിരക്ക് കാരണോ ആയിരിക്കാം അത്ര ആവേശം കണ്ടതായി എനിക്ക് അനുഭവപ്പെട്ടില്ല. കാരണം ഞാൻ പ്ലംബേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുരളീധരൻ, TT മൂസ, K സത്യപാലൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജലമലിനീകരണ ദൌർലഭ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി നിപ്പോൺ പോളിബ്ലൂ കേരളത്തിലും. മലിനജല ശുദ്ധീകരണത്തിന് പുറമെ പുഴ, കായൽ, കുളങ്ങൾ, കിണറുകൾ മുതലായവയും NPC കൊണ്ട് ശുദ്ധീകരിക്കാം. ജപ്പാനിൽ മാത്രം കണ്ടുവരുന്ന സോയാബീനിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പോളിഗ്ലൂമിക്
ആസിഡ് മുഖ്യ ഘടകമായിട്ടുള്ളതാണ് നിപ്പോൺ പോളിഗ്ലൂ. 41 ലോകരാഷ്ട്രങ്ങളിലായി ജലശുദ്ധീകരണത്തിലൂടെ സാമൂഹ്യ സേവനം നടത്തിവരുന്ന പ്രസ്ഥാനമായ ജപ്പാനിലെ ഒസാക്കയിലുള്ള നിപ്പോൺ പോളിഗ്ലൂ ലിമിറ്റഡ് കമ്പനി ജലശുദ്ധീകരണത്തിന്റെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. നിപ്പോൺ പോളിഗ്ലൂ എന്ന ഉൽപ്പന്നം ഉപയോഗിച്ച് മലിനജലം ശുദ്ധീകരിക്കാമെന്ന് കമ്പനി അധികൃതർ അവകാശപ്പെട്ടു. മലിനജല ശുദ്ധീകരണത്തിന് പുറമെ പുഴ, കായൽ, കുളങ്ങൾ, കിണറുകൾ മുതലായവയും ശുദ്ധീകരിക്കാം. നിപ്പോൺ പോളിഗ്ലൂ ഉപയോഗിക്കുന്നതുകൊണ്ട് ശരീരത്തിനോ പരിസ്ഥിതിക്കോ യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. ജപ്പാനിൽ കണ്ടുവരുന്ന സോയാബീനിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പോളിഗ്ലൂട്ടാമിക് ആസിഡ് മുഖ്യ ഘടകമായിട്ടുള്ള നിപ്പോൺ പോളിഗ്ലൂ മലിനജലത്തെ നിമിഷനേരം കൊണ്ട് ശുദ്ധീകരിക്കും. NPG ഉപയോഗിച്ചുകൊണ്ട് ജലത്തിലെ മാലിന്യം, നിറവ്യത്യാസം, ഇരുമ്പ്, ഹെവി മെറ്റലുകൾ മുതലായവ കുറഞ്ഞ ചെലവിൽ മാറ്റാവുന്നതാണെന്നും കമ്പനി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ജലമലിനീകരണ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായും സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഒരു ഉപാധിയായും നിൽക്കുക എന്നതാണ് നിപ്പോൺ പോളിഗ്ലൂവിന്റെ ലക്ഷ്യമെന്നും സാരഥികൾ കൂട്ടിച്ചേർത്തു. കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലളിതം ബയോ ജിയോ ഇംപാക്സ് കമ്പനിയിലൂടെയാണ് നിപ്പോൺ പോളിഗ്ലൂവിന്റെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാവുക. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ സംഘടിപ്പിക്കുന്ന പ്രഥമ നോർത്ത് സോൺ കലോത്സവം യുവ 2014 മെയ് 31, ജൂൺ 1, 2 തീയതികളിൽ നടക്കും. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലാണ് കലോത്സവം നടക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലെ 80-ലധികം മെഡിക്കൽ, പാരാമെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 4000-ലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുക. 4 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ 16 സ്റ്റേജിതര മത്സരങ്ങളും 40 സ്റ്റേജിന മത്സരങ്ങളുമാണ് അരങ്ങേറുന്നതെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്റ്റേജിതര മത്സരങ്ങൾ മെയ് 31 ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകരായ 40ഓളം പേരെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി പറഞ്ഞു. ഇത്തരം നീക്കങ്ങളെ എതിർത്ത് പരാജയപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത്. മെയ് 31 ശനിയാഴ്ച വൈകിട്ട് 5:30 ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് സംഗമം നടക്കുന്നത്. പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകർ സംഗമത്തിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഈ അധ്യയന വർഷം സൈക്കിൾ വാങ്ങിക്കുന്നതിന് പലിശരഹിത വായ്പ നൽകും. 5000 രൂപ വരെ രക്ഷിതാവിന്റെ മാത്രം ജാമ്യത്തിൽ 2 വർഷത്തേക്കാണ് വായ്പ അനുവദിക്കുക. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ള UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കാണ് പലിശരഹിത വായ്പ അനുവദിക്കുന്നത്. ITI, പോളിടെക്നിക് തുടങ്ങി സമാന്തര ശ്രേണിയിലുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. ഈ പദ്ധതി പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ PTA ഭാരവാഹികൾ ആവശ്യമുള്ള കുട്ടികളിൽ നിന്ന് അപേക്ഷ വാങ്ങി ബാങ്കിന് സമർപ്പിക്കണം. അതല്ലെങ്കിൽ വായ്പ ആവശ്യമുള്ള രക്ഷിതാക്കൾക്ക് ബാങ്കിന്റെ 22 ശാഖകളിൽ ഏതെങ്കിലും ഒന്നിൽ ബന്ധപ്പെടാം. 5000 രൂപ വായ്പയെടുക്കുന്ന ഒരു വ്യക്തിക്ക് പ്രതിമാസം 208 രൂപയാണ് തിരിച്ചടക്കേണ്ടി വരികയെന്നും കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് സാരഥികൾ പറഞ്ഞു. ലോക ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 2014 മത്സരങ്ങൾ ജൂൺ 7 ശനിയാഴ്ച നടക്കും. ലോക ക്വിസ് ചാമ്പ്യൻഷിപ്പിന്റെ കൂടെ കേരളത്തിലെ ഏറ്റവും വലിയ ക്വിസ് ഫെസ്റ്റിവലായ റിവർബറേറ്റ് ജൂൺ 6, 7, 8 തീയതികളിൽ കാലിക്കറ്റ് സർവകലാശാല സെമിനാർ കോംപ്ലക്സ്, നടക്കാവ് ഗേൾസ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് നടക്കുക. ജൂൺ 6 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കാലിക്കറ്റ് സർവകലാശാല സെമിനാർ കോംപ്ലക്സിൽ വെച്ച് വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൽ സലാം മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 9895316264 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. കോഴിക്കോട് ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക പുകയില വിരുദ്ധ ദിനമായ മെയ് 31 വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. 31 രാവിലെ ചെറുവണ്ണൂർ ഭുവനേശ്വരി ഹാളിൽ നടക്കുന്ന സെമിനാർ എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് കോഴിക്കോട് നഗരത്തിൽ നടക്കുന്ന ബോധവൽക്കരണ റാലി 4 മണിക്ക് സ്റ്റേഡിയം പരിസരത്ത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ AB പ്രദീപ് ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നും ജില്ലാ ആരോഗ്യ കേന്ദ്രം സാരഥികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വയംഭരണാധികാരാപേക്ഷയിൽ പരിശോധനയ്ക്കെത്തിയ UGC അംഗങ്ങളെ ദേവഗിരി കോളേജിന് മുൻപിൽ SFI പ്രവർത്തകർ തടഞ്ഞു. പോലീസും വിദ്യാർത്ഥികളും സംഘർഷം. കുടുംബശ്രീ കോഴിക്കോട് നഗരസഭ CDS ജെൻഡർ പാർക്കിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന വാട്ടർ ആൻഡ് ഫുഡ് ഓൺ വീൽസ് പദ്ധതിക്ക് തുടക്കം. സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് പരിശീലനം നൽകുന്നതോടൊപ്പം രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നൽകണമെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.